ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ബെത്ലഹേം വൈബ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ടണിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗേനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ആൽഗേ? ആൽഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓട്ടോട്രോഫിക് താലോഫിറ്റിക് ഓർഗാനിസം. എന്താണ് താലോഫൈറ്റ്? ദേ ആർ ലീഫ്ലെസ്, സ്റ്റെംലെസ്, റൂട്ട്ലെസ് ഓർഗാനിസംസ്. സോ ആൽഗേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമുണ്ട്. അപ്പം ആൽഗേ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്നത് ചെടികളാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത്. ചെടികളിൽ തന്നെ അറൗണ്ട് 80% ഓക്സിജൻ തരുന്ന ആളുകളാണ് ആൽഗെ. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്ന് പറയുന്നത് BSc ബോട്ടണിക്കാർക്ക് മാത്രമല്ല, കോംപ്ലിമെൻ്ററിക്കാർക്കും HSC നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പിന്നെ +2 കുട്ടികൾക്കും വളരെയധികം ഉപയോഗമായിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ആൽഗേസിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഉപയോഗമാണ്, ആദ്യത്തെ പോയിൻ്റാണ്, ദ ആൽഗേസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ഇവിടെ നോക്കിക്കേ, ആൽഗേ എന്ന് പറയുന്നത് സീവീഡുകളാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ ആൽഗേസ് ആർ അക്വാട്ടിക്. അപ്പോൾ ഇങ്ങനെ സീവീഡുകളായിട്ടുള്ള ആൽഗേസിനെ കോമൺ പീപ്പിൾ ഏൻഷ്യൻ ടൈമിൽ കോമൺ ഫുഡായിട്ട് ഈ സീവീഡുകളെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വേറൊരു പോയിൻ്റാണ് പോർഫൈറ എന്ന് പറയുന്നത് ഒരു റെഡ് ആൽഗയാണ്. It is rich in protein, that is it contain around 30 to 35% of protein, carbohydrate and vitamin. ഇത്രയും ബയോമോളിക്യൂൾ കൊണ്ട് നിറഞ്ഞ ഒരു ആൽഗയാണ് പോർഫൈറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ആൽഗയാണ് ലാമിനാറിയ എന്ന് പറയുന്ന ആൽഗ ഈസ് റിച്ച് വിത്ത് കാർബോഹൈഡ്രേറ്റ്. ആൻഡ് അനദർ ആൽഗ ഈസ് നോൺ ആസ് സ്പൈറുലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിംഗിൾ സെൽ പ്രോട്ടീൻ, അതൊരു ആൽഗയാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ നമ്മൾ ബയോടെക്നോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ആൽഗയാണ് സ്പൈറുലിന. ഇറ്റ് ഈസ് റിച്ച് വിത്ത് 60% ഓഫ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ആൽഗയാണ് ക്ലോറല്ല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മറ്റേ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ക്ലോറോഫൈസിയ മെമ്പർ കൂടെയാണ് നമ്മുടെ ക്ലോറല്ല എന്ന് പറയുന്നത്. ക്ലോറല്ലയിൽ 30% ഓഫ് പ്രോട്ടീനാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ സ്പേസ് റിസർച്ചിൽ ഇത് ഫുഡായിട്ട് ഈ ഒരു ആൽഗെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ആൽഗേസിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിൽ നമുക്ക് പോർഫൈറ, ലാമിനേറിയ, സ്പൈറുലിന, ക്ലോറല്ല, ഇത്രയും ആൽഗെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഉപയോഗമാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫോഡർ. ഫോഡറായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലാമിനാറിയ തന്നെ ഇവിടെയും പറയുന്നു. നോക്കൂ, ലാമിനാറിയ ആൻഡ് സർഗാസം ഒക്കെ നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ ആൽഗയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫോഡർ. ഇതൊരു ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ അക്വാട്ടിക് ആനിമൽസ് ലൈക്ക് ഫിഷസ്, അങ്ങനെയുള്ള ഓർഗാനിസംസ് ഇത്തരത്തിലുള്ള ആൽഗേസിനെ ഫോഡറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗയാണ്. അനദർ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫിനോറി. എന്താണ് ഫിനോറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്ലൂ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ആൻ ആൽഗെ കോൾഡ് ഗ്ലയോപെലിറ്റിസ് ഫുർക്കേറ്റെ എന്ന് പറയുന്ന ഒരു ആൽഗയിൽ നിന്നാണ് ഈ ഫിനോറി എന്ന് പറയുന്ന ഒരു ഗ്ലൂ ഒബ്റ്റൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് ആൽഗെ ആണ്. ആൻഡ് അനദർ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ദ ആൽഗെ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. എങ്ങനെയാണ് ഇത് ഇൻഡസ്ട്രിയിൽ ഉപയോഗപ്പെടുന്നത്? അല്ല, ഒന്നാമത്തെ പോയിൻ്റാണ് അഗാർ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ആൽഗയാണ് ജലീഡിയവും ഗ്രാസിലേറിയം ഇസ് ബിലോങ് ടു ദ ക്ലാസ് ഗ്രൂപ്പ് റെഡ് ആൽഗെ ഓർ റോഡോഫൈസിയെ. റെഡ് ആൽഗയിൽ വരുന്ന 2 ആൽഗെ ഗ്രൂപ്പുകളാണ് ജലീഡിയവും ഗ്രാസിലേറിയയും. എന്തിനാണ് ഈ ജലീഡിയവും ഗ്രാസിലേറിയയിൽ നിന്നാണ് ഈ അഗാർ എന്ന് പറയുന്ന പൗഡർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്? എന്താണ് ഈ അഗാറിൻ്റെ ഉപയോഗം?
ഇറ്റ് ഈസ് ആക്ട് ആസ് എൻ ജെല്ലിങ് ഏജൻറ്റ്. ജെല്ലിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. അതായത് ടിഷ്യൂ കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ കൾച്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ അതിലത്തേനും ജെല്ലിങ് ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അഗാർ അഗാറാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ അഗാർ അഗാർ ഐസ്ക്രീമിലും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെയാണ് ഈ അഗാർ അഗാർ. ദീസ് അഗാർ അഗാർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയെ. ദേ ബിലോങ് ടു ദ ക്ലാസ് റെഡ് ആൽഗെ ഗ്രൂപ്പ്, ദ റെഡ് ആൽഗെ. അനദർ വൺ ഈസ് കരാജിനിൻ. കരാജിനിൻ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കോൺട്രസ് ക്രിസ്പസ് എന്ന് പറയുന്ന ആൽഗയിൽ നിന്നാണ്. സോ കരാജിനിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കോൺട്രസ് ക്രിസ്പസ് എന്ന് പറയുന്ന ഒരു ആൽഗയിൽ നിന്നാണ് ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റെബിലൈസിങ് ഓഫ് എമൽഷൻ ആൻഡ് പെയിൻറ്റ്. എമൽഷൻ്റെയൊക്കെ എമൽഷനും പെയിൻറ്റിൻ്റെയൊക്കെ സ്റ്റെബിലൈസിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ കരാജിനിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ടെക്സ്റ്റൈൽ ആൻഡ് ലെതർ ഇൻഡസ്ട്രിയിലും ഈ കരാജിനിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് വിച്ച് ഇസ് ഒബ്റ്റൈൻ ഫ്രം ആൻ ആൽഗയാണ്. ആൻഡ് അനദർ വൺ ഈസ് ആൽജിനേറ്റ്. ആൽജിനേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ആൽജിനേറ്റ്, വിച്ച് ഇസ് ഒബ്റ്റൈൻ ഫ്രം ആൻ ആൽഗെ കോൾഡ് ലാമിനാറിയ. ഈ ലാമിനാറിയ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ധാരാളം ലാമിനാറിയയുടെ യൂസസ് പറയുന്നുണ്ട്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഒരു ആൽഗയാണ് ലാമിനാറിയ. ലാമിനാറിയ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൽഗെ കൂടെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഐസ്ക്രീം ഇൻഡസ്ട്രി ആൻഡ് ജെല്ലിങ് ഏജൻറ്റ്, എമൽസിഫയർ, ഇതെല്ലാമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ HSA നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ആൽജിനേറ്റ് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് അറിയാനായിട്ട് നമുക്കൊരു ക്ലൂ എന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് ആൽജിബ്ര എന്ന് ഓർത്താൽ മതി. ഇപ്പം ആൽജിബ്രയുടെ ആൽജിനേറ്റ്, ബ്രയുടെ ബ്രൗൺ ആൽഗെ. അപ്പം ആൽജിനേറ്റ് ഈസ് ഒബ്റ്റൈൻ ഫ്രം ബ്രൗൺ ആൽഗെ എന്ന് ഓർക്കുക. ഇറ്റ് ഈസ് ഫ്രം an algae called laminaria. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ യൂസസ്. ഇറ്റ് ഈസ് അഗാർ അഗാർ and carrageenan, alginate. These are the three important compounds which is used in industrial purpose by algae. ഇതൊക്കെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആൽഗയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് സ്റ്റഡീസിനായാലും മറ്റ് C3 സൈക്കിളുടെ ഒക്കെ സ്റ്റഡീസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ക്ലോറല്ല പോലുള്ള ആൽഗേസാണ്. സോ the algae are used in several experimental studies, experimental research like pathological research, genetic research, biochemistry research, physiology studies. all the സ്റ്റഡീസിലും നമ്മൾ ഉപയോഗിക്കുന്നത് ആൽഗേസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് ക്ലോറല്ല. ക്ലോറല്ല എന്ന് പറയുന്ന സിംഗിൾ സെൽഡ് ക്ലോറോഫൈസിയ മെമ്പറാണ് ക്ലോറല്ല. ഇത് നമ്മൾ ധാരാളം സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിളാണ് അസെറ്റാബുലേറിയ. അതും ഒരു ആൽഗയാണ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ സെവറൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. അനദർ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് ആൽഗയുടെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് മെഡിസിൻസ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ്? നമുക്കറിയാം പല ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ആൻറ്റിബയോട്ടിക്. നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഇതിൽ പഠിച്ചതിൽ തന്നെ ക്ലോറല്ല ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ആൽഗയാണല്ലേ. ആ ക്ലോറല്ലയിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് ക്ലോറല്ലിൻ. അപ്പം ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗയിൽ നിന്ന് എടുത്ത ക്ലോറല്ലിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിബയോട്ടിക്സ്. അനദർ തിങ് ഈസ് ടെസേക്കോട്ടിസോയി ഇസ് ആൻ ആൻറ്റി ഹെൽമന്തിക് ഡ്രഗാണ്. ടെസേക്കോട്ടിസോയി ഇത് ചൈനയിൽ ഒരു റെഡ് ആൽഗയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗാണ്. ഇറ്റ്സ് ആൻ ആൻറ്റി ഹെൽമന്തിക് ഡ്രഗ്. അപ്പോൾ ഇത് ധാരാളം ആൻറ്റിബയോട്ടിക്സുകളും മെഡിസിൻസും ആൽഗയിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിതിൽ ചുരുങ്ങിയ കുറച്ച് പോയിൻറ്റ്സുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഉപയോഗമാണ് ടു ഫിക്സ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. എന്താണ് ടു ഫിക്സ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളൊരു ഗ്യാസാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഈ നൈട്രജനെ യൂസ്ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ യൂസ്ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്നതും ഈ ആൽഗേസ് ആണ്. അതായത് ദ ബ്ലൂ ഗ്രീൻ ആൽഗേസ് ലൈക്ക് നോസ്റ്റോക്ക്, ഓസിലേറ്റേറിയ, അനബീന ഇവരൊക്കെ എന്തിന് സഹായിക്കുന്നുണ്ട്? നൈട്രജൻ ഫിക്സേഷന് വളരെയധികം സഹായിക്കുന്നവരാണ്. ഇനി അടുത്തൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്.
എങ്ങനെയാണ് നമുക്ക് സ്വീവേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടേമാണ് സ്വീവേജ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വീവേജ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനും നമുക്ക് ആരെ ഉപയോഗിക്കാം? നമ്മുടെ ആൽഗേസിനെ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ സ്വീവേജ് വാട്ടർ എടുക്കുമ്പോൾ ഇതിനകത്ത് ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ നടക്കില്ല. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സം ഓഫ് ദി ആൽഗേസ് ആർ യൂസ്ഡ്, ദാറ്റ് ഈസ് ക്ലോറല്ല ആൻഡ് ക്ലെമിഡോമോണാസ്. ക്ലോറല്ലയും ക്ലെമിഡോമോണാസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുകയും അങ്ങനെ ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ നടന്ന് സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു ഉപയോഗമാണ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡക്ഷൻ. നമുക്കറിയാമല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ ഫ്യൂവലാണ് ആൻഡ് നോ പൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ കൂടെയാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഫ്യൂച്ചറിൽ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നതും ഈ ഹൈഡ്രജൻ ഗ്യാസ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് പ്രൊഡക്ഷനും നമ്മുടെ ആൽഗേസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, അതിങ്ങനെ നോക്കിക്കേ, ഈ ക്ലെമിഡോമോണാസും ഓസിലേറ്റേറിയ പോലുള്ള ആൽഗേസ് എടുക്കുകയാണെങ്കിൽ അവരിൽ ഈ ഹൈഡ്രോജിനേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്താ ചെയ്യുന്നത്? ഈ എൻസൈം വാട്ടർ മോളിക്യൂളിനെ എന്താക്കി മാറ്റും? ഓക്സിജനും ഹൈഡ്രജൻ ഗ്യാസസും ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത്തരത്തിൽ ആൽഗേസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇത് 1 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് ഡയാറ്റമേറ്റ് അല്ലെങ്കിൽ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഡയാറ്റമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പിനുലേറിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പിനുലേറിയയുടെ പ്രത്യേകത എന്താണ്? ദർ സെൽ വോൾ ഈസ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് സിലിക്ക സെൽസ്. അതിൻ്റെ ആ ഒരു സെൽ വോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രസ്റ്റ്യൂൾസ്. അപ്പോൾ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഡയാറ്റം the frustules are usually dissolved. Sometimes these frustules are accumulated on the bottom of the water body. അങ്ങനെ കിട്ടുന്ന ഒരു പൗഡറാണ് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ദാറ്റ് പൗഡർ ഈസ് യൂസ്ഡ് ഇൻ കാർ, സിൽവർ പോളിഷിംഗ് ആൻഡ് ടൂത്ത് പേസ്റ്റ്, പെയിൻറ്റ് ഇൻഡസ്ട്രീസ്. ഇതിലൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഡയാറ്റമേറ്റ് അല്ലെങ്കിൽ ഡയാറ്റമേഷ്യസ് എർത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഒരു യൂസാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മിനറൽസ്. നോക്കിക്കേ, പൊട്ടാഷ്യം, അയഡിൻ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസുകൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കെൽപ്സ് എന്ന് പറയുന്ന ഒരു ജയൻ്റ് ആയിട്ടുള്ള ഒരു ആൽഗയിൽ നിന്നാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള മിനറൽസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പോളിസൈഫോണിയ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇച്ചിരി പഠിക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ആൽഗെ കൂടെയാണ് പോളിസൈഫോണിയ. ഈ പോളിസൈഫോണിയയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മിനറലാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. സോ ദ ആൽഗേസ് ആർ യൂസ്ഡ് ആസ് മിനറൽസ്. സോ ദീസ് ആർ ഓൾ ഓഫ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. പ്രധാനമായും ഇതൊരു എസ്എ ക്വസ്റ്റിന് ചോദിക്കുന്നതാണ്. പ്രധാനമായും ഈ 11 പോയിന്റുകൾ നമ്മൾ 1 by 1 ഓരോ പോയിന്റ് പറയുമ്പോഴും മിനിമം ഒരു 2 ആൽഗയുടെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽഗേസ് നോക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫോഡറായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗേസ് ഏതൊക്കെ നോക്കുക. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മിനറൽസ് നമ്മളിപ്പോൾ പറഞ്ഞ കെൽപ്പും അതുപോലെ തന്നെ പോളിസൈഫോണിയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് നൈട്രജൻ ഫിക്സൈഡ്, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗേസ് നമുക്ക് പറയാം. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ, ആൻറ്റിബയോട്ടിക്സ്, അങ്ങനെയുള്ള ഏകദേശം ഒരു 11 പോയിന്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ പോയിന്റുകൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും ഒരു എസ്ഐയുടെ ഒരു ആൻസറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്ഐക്കും ചോദിക്കും, സംടൈം 4 മാർക്കിന് ചോദിക്കും. എല്ലാവർക്കും HSC നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും ഉപയോഗമുള്ളൊരു ടോപ്പിക് കൂടെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, comment and share. Thank you. See you next time.